നമ്മുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കുമുള്ള ഒരു പരാതിയാണ് മൊബൈൽ ഫോൺ സ്ലോ ആണ്. ആദ്യം നല്ല ഫാസ്റ്റ് ആയിരുന്നു, ഇപ്പോൾ കുറേ നാളായിട്ട് മൊബൈൽ ഫോൺ സ്ലോ ആണ് എന്ന് പലരും പറയാറുണ്ട്. എന്താണ് ഇതിന് കാരണം? നമ്മുടെ മൊബൈൽ ഫോൺ സ്ലോ ആകാനുള്ള കാരണങ്ങളാണ് ഞാനിന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. മൈ നെയിം ഈസ് ഇബാദ് റഹ്മാൻ. വെൽക്കം ടു മൈ വീഡിയോ ബ്ലോഗ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക. നമ്മുടെ ഇന്നത്തെ വിഷയം നമ്മുടെ മൊബൈൽ ഫോൺ സ്ലോ ആകാനുള്ള കാരണങ്ങൾ എന്താണ് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ആദ്യം തന്നെ നമ്മുടെ മൊബൈൽ ഫോൺ ഏത് വേർഷനാണ്? ഒരുപക്ഷെ ഒരു ബേസിക് ആൻഡ്രോയിഡ് ഫോണൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എല്ലാ അപ്ഡേഷനും ഒരുപക്ഷെ നമ്മുടെ മൊബൈൽ ഫോണിൽ ഉൾക്കൊള്ളണമെന്നില്ല. ഉദാഹരണത്തിന് ഫേസ്ബുക്ക് തന്നെ എപ്പോഴും അവരുടെ ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യും. ഒരുപക്ഷെ പുതിയ വരുന്ന ഫോണുകളിൽ അവരുടെ ഫേസ്ബുക്ക് വളരെ ഫാസ്റ്റായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഫേസ്ബുക്ക് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ അപ്ഡേഷൻ എല്ലാം നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ കപ്പാസിറ്റിക്ക് പറ്റിയതാണോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കാം. ഉദാഹരണത്തിന് ഒരു ബേസിക് ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് ലൈറ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്കുക. ഫേസ്ബുക്ക് ലൈറ്റ് വളരെ ചെറിയൊരു ആപ്ലിക്കേഷനാണ്. എന്നാൽ ഫേസ്ബുക്കിൽ വരുന്ന എല്ലാ ഫീഡുകളും നമുക്ക് ലഭിക്കുകയും ചെയ്യും. 2G നെറ്റ്വർക്കിലും ഇത് വർക്ക് ചെയ്യും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ബേസിക് ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾ എല്ലാ അപ്ഡേഷനും അപ്ഡേറ്റ് ചെയ്യണമെന്നില്ല. പക്ഷേ എന്നാൽ ഒരു കാര്യം, അപ്ഡേറ്റ് ചെയ്താൽ മാത്രമാണ് ആ ആപ്ലിക്കേഷൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് ലഭിക്കുകയുള്ളൂ. പക്ഷേ നമ്മുടെ ഫോൺ ഇതിന് കപ്പാസിറ്റി ഉള്ളതാണോ എന്ന് ആദ്യം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം, നമ്മളൊരു ഫോൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ചാർജ് തീരുമ്പോഴായിരിക്കും ഈ ഫോൺ ഓഫ് ചെയ്യുന്നത്. അതല്ലാതെ ഡെയിലി നമ്മുടെ ഫോൺ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. റീസ്റ്റാർട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോണിന് ഒരു ഫ്രഷ്നെസ് ലഭിക്കുന്നതാണ്. കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആൾക്ക് അറിയാൻ പറ്റും, എപ്പോഴും നമ്മൾ കമ്പ്യൂട്ടർ റിഫ്രഷ് ചെയ്യാറുണ്ട്. എന്തിനാണ്? അതിൻ്റെ ആപ്ലിക്കേഷനൊക്കെ ഒന്ന് ഉണർത്താൻ വേണ്ടിയിട്ടാണ് റിഫ്രഷ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മൊബൈൽ ഫോൺ ഒന്ന് ഇടയ്ക്കൊന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. റീസ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്പീഡ് കൂടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. മൂന്നാമത്തെ കാര്യം, നമ്മൾ മൊബൈൽ ഫോൺ വാങ്ങിക്കുമ്പോൾ തന്നെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ആ ഷോപ്പിൽ നിന്ന് അവർ ഇൻസ്റ്റാൾ ചെയ്ത് തരാറുണ്ട്. ഈ ആപ്ലിക്കേഷൻ എല്ലാം നമുക്ക് ആവശ്യമുള്ളതാണോ എന്ന് പരിശോധിക്കുക. ഒരുപക്ഷെ നമ്മുടെ മൊബൈൽ ഫോണിൽ ഒരുപാട് ഗെയിം ആപ്ലിക്കേഷൻസ്, വീഡിയോ കാണാനുള്ള ആപ്ലിക്കേഷൻസ്, വീഡിയോ പ്ലെയർ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ ആപ്ലിക്കേഷൻസ് എല്ലാം ഉണ്ടാകാറുണ്ട്. പക്ഷേ ഈ ആപ്ലിക്കേഷൻ എല്ലാം നമുക്ക് ആവശ്യമുള്ളതാണോ എന്ന് ആദ്യം തന്നെ പരിശോധിക്കുക. അല്ല എന്നുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻസ് നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് അൺഇൻസ്റ്റാൾ ചെയ്യുക. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണിൽ സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്യുക. സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം മോർ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനുശേഷം ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ തന്നെ ഇൻസ്റ്റാൾഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിൽ തന്നെ നിങ്ങൾ നോക്കുക, എൻ്റെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷനുകളാണ് കാണുന്നത്. ഇതിൽ നമുക്ക് ആവശ്യമില്ലാത്ത എന്തെങ്കിലും ആപ്ലിക്കേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് അൺഇൻസ്റ്റാൾ ചെയ്യുക. അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണുകൾ ഒരുപാട് സ്പേസ് കിട്ടുകയും മറ്റ് ആപ്ലിക്കേഷനുകൾ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യാൻ ഇത് സഹായകരമാവുകയും ചെയ്യുന്നതാണ്. വേറെ പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ മൊബൈൽ ഫോണിലുള്ള സ്റ്റോറേജ് സ്പേസ് എപ്പോഴും നമ്മളൊന്ന് ചെക്ക് ചെയ്യുക. ഒരുപക്ഷെ വാട്സപ്പിലുള്ള വീഡിയോസ് എപ്പോഴും നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിൽ സ്റ്റോറേജ് പെട്ടെന്ന് ഫില്ലാകുകയും ചെയ്യുന്നതാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ സ്ലോ ആകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പിന്നെ എപ്പോഴും നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചുള്ള ലേറ്റസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക. അതിൽ തന്നെ ഒരു പ്രധാന കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ അപ്ഡേഷൻ വരുമ്പോൾ തന്നെ അപ്ഡേറ്റ് ചെയ്യാതെ 1-2 ദിവസം വെയിറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഈ അപ്ഡേഷൻ എന്തെങ്കിലും ബഗ്ഗുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്ത വേർഷൻസ് അപ്ഡേറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ ഒന്നുകൂടെ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. എന്തായാലും മൊബൈൽ ഫോൺ ഫാസ്റ്റ് ആക്കാനുള്ള 1-2 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്തത്. ഒരുപക്ഷെ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളെ സഹായിക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് നിന്നുകൊണ്ട് മറ്റുള്ളവരെ ടെക്നോളജി പരമായിട്ടുള്ള കാര്യങ്ങൾ സഹായിക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ടെക്നോളജി നിങ്ങളുടെ ജീവിതത്തെ എത്രമാത്രം സഹായകരമാകുന്നു എന്ന രൂപത്തിലുള്ള വീഡിയോകളാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക. പുതിയ അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.